നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വ്ളാഡിമിർ പുടിനെയും റഷ്യയെയും കത്തിക്കണമെന്ന് പൊട്ടിത്തെറിച്ച് അസർബൈജാൻ. റഷ്യയും യുക്രൈനും തമ്മിൽ ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അസർബൈജാനും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്ക ഉയരുന്നു. വിമാനം തകർന്നത് റഷ്യൻ മിസൈൽ പതിച്ച് തന്നെയാണ് എന്ന് അസർബൈജാൻ സർക്കാർ കട്ടായം പറയുകയാണ്. ഇതോടുകൂടി അസർബൈജാനിൽ നിന്നും വലിയ രീതിയിലുള്ള മുറവിളി റഷ്യയ്ക്ക് നേരെ ഉയരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നിരപരാധികളുടെ കൂടി ജീവൻ എടുക്കുകയാണ്. വ്യോമപാതകൾ അപകടം നിറഞ്ഞതായി മാറുകയാണ്. റഷ്യ യുക്രൈൻ ആക്രമണം തന്നെയാണ് ഇപ്പോൾ പല വിമാനങ്ങളും ആ മേഖലയിലൂടെ പറക്കുന്നതിന് ഭയപ്പെടാൻ കാരണമായി മാറുന്നത്. ക്രിസ്മസ് ദിനത്തിലാണ് 38 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് അസർബൈജാൻ വിമാനം കത്തി അമർന്ന് താഴേക്ക് പതിച്ചത്. ലോകം ഞെട്ടിപ്പോയ സംഭവമായിരുന്നു. ആദ്യം ഇതൊരു ടെക്നിക്കൽ പിഴവാണ് എന്ന് കരുതിയെങ്കിലും പിന്നീടാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അതായത് വിമാനം വെടിവെച്ചിട്ടതാണ് എന്നും അല്ല മിസൈൽ പതിച്ച് അപകടമുണ്ടായതാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ ചർച്ചകൾ വഴിമാറിയതോടെയാണ് റഷ്യൻ മിസൈലാണ് വിമാനത്തിൽ പതിച്ചത് എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതോടുകൂടി ഇപ്പോൾ അസർബൈജാൻ സർക്കാർ പൂർണ്ണമായും റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ചെച്ചൻ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ വെച്ചാണ് 84-32 എന്ന വിമാനത്തിന് നേരെ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈൽ ആക്രമണമുണ്ടായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ചില വൃത്തങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിരവധി തവണ അപേക്ഷിച്ചിട്ടും റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നൽകിയില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. റഷ്യൻ വ്യോമത്താവളങ്ങളിലോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലോ ഇറക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അസർബൈജാൻ പറയുന്നു. വിമാനത്തിലെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള ചില വീഡിയോകളും മനുഷ്യരുടെ നിലവിളികളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അസർബൈജാൻ വലിയ രീതിയിൽ റഷ്യയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്. അവസാന നിമിഷം, അതായത് അപകടം സംഭവിച്ചു, എത്രയും പെട്ടെന്ന് ലാൻഡിങ്ങിന് പൈലറ്റ് പരക്കം പായുന്ന സമയങ്ങളിലും അവസാന നിമിഷവും യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം പൈലറ്റ് നടത്തിയിരുന്നു. വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ മനുഷ്യർ വെപ്രാളം കാട്ടുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് അവസാനം അതിലുണ്ടായിരുന്നത്. റഷ്യയിൽ ഇറക്കാൻ അനുമതി കൊടുക്കാത്തതിനെ തുടർന്നാണ് കസാഖിസ്ഥാനിലേക്ക് വിമാനം പറന്നത്. ചെച്ചന്യയിലെ നൌസ്കി ജില്ലയിലുള്ള പാൻസർ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലാണ് വിമാനത്തെ ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ സമയം ജാമറുകൾ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരുന്നു. അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന് തൊട്ടു മുൻപ് വിമാനം പൊട്ടിച്ചിതറിയതിനെ തുടർന്ന് തിരുപ്പിറവി ദിനത്തിൽ നടന്ന അപകടത്തിൽ 38 പേർ കൊല്ലപ്പെട്ട ലോകം നടുങ്ങിയ വലിയൊരു ആക്രമണം ഉണ്ടായത്. ഇത് ഒരു അപകടമല്ല, തികച്ചും ആക്രമണം തന്നെയായിരുന്നുവെന്ന് അസർബൈജാൻ റഷ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ മറ്റൊരു വിഭാഗവും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും ചിലർ അസർബൈജാന് മറുപടി കൊടുക്കുന്നത് ഇത് യുക്രൈൻ ആക്രമണമാണ് എന്ന തരത്തിലാണ്. എന്നാൽ വിമാനത്തിൽ പതിച്ചത് റഷ്യൻ മിസൈലാണ് എന്നുള്ള തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. റഷ്യയും അസർബൈജാനും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ്. റഷ്യയും അസർബൈജാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. റഷ്യയുടെ പ്രധാന വാണിജ്യ പങ്കാളികളിൽ ഒന്നാണ് അസർബൈജാൻ. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് ഇത്. കസാഖിസ്ഥാൻ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അസർബൈജാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും എന്നാൽ റഷ്യയുമായി സഹകരണം ഉണ്ടാകില്ല എന്നും കസാഖിസ്ഥാൻ കട്ടായം പറഞ്ഞു. അസർബൈജാനും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുടിന്റെ അടുത്ത അനുയായിയായ റമസാൻ കാഡിറോവിന്റെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ ഒരു ഭാഗമാണ് ചെൻചിയ. ശത്രുരാജ്യത്തിന്റെ ഡ്രോൺ ആണെന്ന് കരുതി വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. വിമാനത്തിന്റെ ഇന്ധന സംഭരണ ഭാഗത്തും ടെയിൽ ഭാഗത്തുമുള്ള പാടുകളും കുഴികളും മിസൈലിന്റെ കൂർത്ത ഭാഗം കൊണ്ടതാകാനാണ് സാധ്യത എന്ന് വിദഗ്ധരെ ഉദ്ധരിച്ച് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് സൈനിക വിഷയങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ക്ലാഷ് റിപ്പോർട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഴത്തിലും വീതിയിലുമുള്ള കുഴികളും പാടുകളും ഈ ദൃശ്യങ്ങളിൽ കാണാം.
യുക്രൈൻ ഡ്രോണുകൾ സഞ്ചരിച്ച ആകാശപാതയിലൂടെയാണ് അസർബൈജാൻ വിമാനം പറന്നത് എന്ന് സൂചനകളുണ്ട്. വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനമായ റഷ്യയിലെ ഗ്രോൺസി യുക്രൈൻ നിരന്തരം ലക്ഷ്യം വെച്ച മേഖല കൂടിയാണ്. ഈ വർഷം മാത്രം 3 ആക്രമണങ്ങൾ ഗ്രോൺസിയെ കേന്ദ്രമാക്കി യുക്രൈൻ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മേഖലയിലും സജീവമാണ്. റഷ്യൻ മിലിറ്ററി വ്ളോഗറായ യൂറി പോഡല്യാക്കും വിമാനത്തിന് നേരെ നടന്നത് മിസൈൽ പ്രതിരോധമാണ് എന്ന സൂചനകൾ പങ്കുവച്ചിട്ടുണ്ട്. യുക്രൈനിയൻ ഡ്രോൺ ആണെന്ന് തെറ്റിദ്ധരിച്ച് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത് തകർത്തതാകാമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് റഷ്യയുടെ വ്യോമയാന നിരീക്ഷണ വിഭാഗം അസർബൈജാന് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അസർബൈജാൻ ഇത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആക്രമണത്തിനിരയായ വിമാനത്തിന് റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നിഷേധിച്ച പുടിൻ സർക്കാരിനെതിരെ അസർബൈജാൻ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ആ ഒരു നിമിഷം ലാൻഡിങ്ങിന് അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിലെ യാത്രക്കാർ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് അസർബൈജാൻ സർക്കാർ പുടിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇത് പൊറുക്കാനാകുന്നതല്ല എന്നും അസർബൈജാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നീടാണ് കാസ്പിയൻ കടലിന് കുറുകെ കസാക്കിസ്ഥാനിലേക്ക് വിമാനം പറന്നുയർന്നത്. കനത്ത മൂടൽമഞ്ഞ് കാരണമാണ് ചെച്നിയയിലെ ഗ്രോസ്നി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചത് എന്നാണ് റഷ്യ മറുപടി പറഞ്ഞിരിക്കുന്നത്. യാത്രക്കാരിൽ അധികവും അസർബൈജാൻ സ്വദേശികളായിരുന്നു. 16 റഷ്യക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റു ചിലർ കസാക്കിസ്ഥാൻ സ്വദേശികളും കിർഗിസ്ഥാൻ സ്വദേശികളുമാണ്. മറ്റൊരു വിവരം, വിമാനം വെടിയേറ്റ് താഴെ വീഴുന്നതിന് മുൻപായി തന്റെ ഭാര്യയ്ക്ക് ഹൃദയഭേദകമായ സന്ദേശം വീഡിയോയിൽ ചിത്രീകരിച്ച ഭർത്താവ് അത്ഭുതകരമായി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ വന്നിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനം തകർന്ന് വീണയിടത്ത് മുഖം മുഴുവൻ രക്തം പുരണ്ട് ഓടി നടക്കുന്ന സുബ്കോൺ റാഖിമോവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. 38 പേർ മരണമടഞ്ഞ അപകടത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയ ജീവനക്കാരനെ ഇയാൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വിമാനം കുത്തനെ താഴേക്ക് പതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ റാഖിമോവ് തന്റെ ഭാര്യയ്ക്കായി ഒരു സന്ദേശം വീഡിയോയിൽ പകർത്തുകയായിരുന്നു. വിമാനം പലപ്പോഴായി താഴെ ഇറങ്ങാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് വിമാനത്തിലെ യാത്രക്കാർ ഒരു വലിയ സ്ഫോടനം കേട്ടുവെന്നും ഇതിൽ പറയുന്നുണ്ട്. വിമാനം തകരുന്നതിന് മുൻപുള്ള ഇയാളുടെ വീഡിയോയിൽ ഓക്സിജൻ മാസ്കുകൾ തൂങ്ങിക്കിടക്കുന്നതും യാത്രക്കാർ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാം. അതായത് അല്ലാ എന്നുള്ള വിളികളും കർത്താവേ എന്നുള്ള വിളികളും ഒക്കെ തന്നെ. അതായത് അവസാന നിമിഷം ദൈവങ്ങളെങ്കിലും കാക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ മനുഷ്യരെല്ലാവരും തന്നെ അലറി വിളിക്കുന്ന ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഒക്കെ തന്നെയാണ് പുറത്തേക്ക് വന്നത്. എന്നാൽ വലിയൊരു അപകടമാണ് ഉണ്ടായത്. 38 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. യുദ്ധങ്ങൾ ഇങ്ങനെയാണ്. പലപ്പോഴും സാധാരണക്കാരുടെ, ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറേ മനുഷ്യരുടെ കൂടി ജീവൻ എടുക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അസർബൈജാൻ റഷ്യയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ വിമർശനങ്ങൾ പുടിൻ സർക്കാരിനെതിരെ അസർബൈജാൻ ഭരണകൂടം ഉയർത്തിയിരിക്കുന്നത്.